നമസ്കാരം. ലോകം ഉറ്റുനോക്കിയ ഒരു സന്ദർശനമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വിവിധ മേഖലകളിൽ ശക്തമാക്കുന്ന സന്ദർശനമാണ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രായേൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രോട്ടോക്കോളുകൾ മാറ്റിവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് വിമാനത്താവളത്തിൽ എത്തിയാണ് സ്വീകരിച്ചത്. തിരക്കിട്ട പരിപാടികളാണ് പ്രധാനമന്ത്രിക്ക് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും എല്ലാം പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം പതിവ് പോലെ ആശയവിനിമയവും നടത്തി. ഇതിനെല്ലാം പുറമെ അദ്ദേഹം നിരവധി പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകളും നടത്തിയിരുന്നു. ഈ ഹ്രസ്വ സന്ദർശനത്തിൽ തന്നെ നിരവധി കൂടിക്കാഴ്ചകൾ അദ്ദേഹം നടത്തി. ഇതിലേറ്റവും ശ്രദ്ധേയമായത് ടീം ഫൗദ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. കൂടിക്കാഴ്ചയുടെ ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നർമ്മം കലർന്ന അടിക്കുറിപ്പോടെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇസ്രായേലിൽ മാത്രമല്ല, ഇന്ത്യയിലടക്കം നിരവധി രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിച്ച വെബ് സീരീസാണ് ഫൗദ. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന ഭീകര സംഘടനകളെ രഹസ്യമായി നേരിടുന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നീക്കങ്ങൾ പ്രമേയമാക്കിയ ത്രില്ലിംഗ് വെബ് സീരീസാണ് ഫൗദ. ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് പേരുകേട്ട ഏജൻസിയാണ് ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ്. നിരവധി ഭീഷണികൾ നേരിടുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇത്തരം ഭീഷണികളെ ഫലപ്രദമായി നേരിടുന്നതിൽ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന് വലിയ പങ്കുണ്ട്. ഇസ്രായേലിനെ നോവിച്ചിട്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും പിന്തുടർന്ന് ചെന്ന് കൊല്ലുന്ന അവരുടെ രീതിക്ക് ലോകം മുഴുവൻ ആരാധകരുണ്ട്. ഈ നീക്കങ്ങൾ അഭ്രപാളികളിൽ എത്തിക്കുകയാണ് ഫൗദയിലൂടെ നിർവഹിക്കപ്പെട്ടത്. പ്രതീക്ഷിച്ചതുപോലെ അതൊരു വേൾഡ് ഹിറ്റായി മാറുകയായിരുന്നു. ഇന്ത്യയിൽ വലിയ സ്വീകരണമാണ് ഈ വെബ് സീരീസിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നിരവധി തവണ ഫൗദയുടെ അണിയറ പ്രവർത്തകർ ഭാരതം സന്ദർശിച്ചിട്ടുണ്ട്. അതേ അണിയറ പ്രവർത്തകരാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേലിൽ വെച്ച് കണ്ടത്. ഫൗദയുടെ അണിയറ സംഘത്തിലെ ലിയർ റാസും അവി ഇസ്ചറോഫും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു. അവരുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഫൗദ ലോകത്തെ ത്രില്ലടിപ്പിക്കുന്ന കഥ പറയുന്നത്. ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഒരുക്കുന്ന ചതിക്കുഴികളിൽ നിന്ന് ഇസ്രായേൽ രക്ഷപ്പെടുന്ന നീക്കങ്ങളും സ്പൈ നെറ്റ്വർക്കിൻ്റെ ഇരവേട്ടയുമെല്ലാം ഈ ലോകം ശ്വാസം അടക്കി പിടിച്ചാണ് കണ്ടത്. 4 ഭാഗങ്ങൾ പുറത്തിറങ്ങിയ ഫൗദയുടെ 5ാം ഭാഗം ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വൻ പ്രാധാന്യമാണുള്ളത്. ഇന്ത്യയിൽ സമാനമായ പ്രമേയം ചർച്ച ചെയ്യുന്ന ദുരന്തർ എന്ന സിനിമ ഇപ്പോൾ ശ്രദ്ധേയമായ സമയം കൂടിയാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പാക് ഭീകര നെറ്റ്വർക്കിലേക്ക് നുഴഞ്ഞുകയറി രാജ്യത്തെ രക്ഷിക്കുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കഥ പറയുന്ന ചിത്രമാണ് ദുരന്തർ. 2014 ശേഷം ഇന്ത്യയുടെ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ കാതലായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യയെ ആക്രമിക്കുന്ന ഭീകരർ എവിടെ പോയി ഒളിച്ചാലും പിന്തുടർന്ന് തിരിച്ചടി നൽകുന്ന നയമാണ് ഇപ്പോൾ ഭാരതത്തിനുമുള്ളത്. പാകിസ്ഥാൻ്റെ സാഹസങ്ങൾക്ക് രാജ്യം അപ്പപ്പോൾ കൃത്യമായ മറുപടി നൽകുന്നു. ജമ്മു കശ്മീർ ഇസ്ലാമിക ഭീകരരുടെ പിടിയിൽ നിന്ന് മുക്തമായി. ഇതിനെല്ലാം പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാണ്. ഇസ്രായേലിൻ്റെ മൊസാദിനെ പോലെ ഇന്ത്യയുടെ R&Aവും ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. IS അടക്കമുള്ള പല ഭീകര സംഘടനകളും ഇന്ത്യക്കെതിരെ നടത്തുന്ന നീക്കങ്ങളും ഇന്ത്യ അടുത്തിടെ വിഫലമാക്കിയിരുന്നു. പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിലും രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്ക് വളരെ വലുതാണ്. പാകിസ്ഥാനിലും മറ്റും കൊടും ഭീകരവാദികളെ അജ്ഞാതർ വെടിവെച്ച് കൊന്നതിലും ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരിക്കുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനം ഭീകരർക്ക് പേടി സ്വപ്നമാവുകയുമാണ്. ഈ സാഹചര്യത്തിൽ ഫൗദയുടെ അണിയറ പ്രവർത്തകർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന് പിന്നിൽ വലിയ മാനങ്ങളുണ്ട്. ആ മാനങ്ങളാണ് ഈ സന്ദർശന ചിത്രത്തോടൊപ്പം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുന്നതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.